ഹലോ ഹായ് ആമി ജാനി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ രാവിലെ ഇത് എവിടെ പോകുന്നതെന്നായിരിക്കും എല്ലാവരും വിചാരിക്കുന്നത്. വേറെ ഒന്നുമല്ല, കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നു ഒന്ന് അമ്പലങ്ങളിൽ പോകണം, തൊഴണം എന്നുള്ളതെല്ലാം. ഇപ്പോൾ ചേട്ടൻ അമ്പലത്തിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വേറെ അമ്പലങ്ങളിലും കാര്യങ്ങളൊന്നും പോയി തൊഴാനോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇന്ന് അമ്പലത്തിൽ പകരത്തിന് ആളെ ആക്കി, ആയില്യം കൂടിയാണ്. അപ്പോൾ പകരത്തിന് ആളെ ആക്കിയിട്ട് ചേട്ടന് വേറെ ഒരിടത്ത് ആയില്യ പൂജയുണ്ട്. ആ കൂട്ടത്തിൽ കൂടെ ഞങ്ങൾ വെളുപ്പിനെ ഇറങ്ങി ഞങ്ങളുടെ സിറ്റിയിൽ, നമ്മുടെ സിറ്റിയിൽ തന്നെയുള്ള കുറച്ച് 1-2 അമ്പലങ്ങളിൽ തൊഴാനായിട്ട് ഇറങ്ങി. അങ്ങനെ നമ്മൾ ആദ്യം പോകുന്നത് പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലേക്കാണ്. അപ്പം ക്യാമറയും കാര്യങ്ങളൊന്നും അലൗഡ് അല്ലല്ലോ. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് തൊഴുതു ഇറങ്ങി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോകുന്നത് ആറ്റുകാൽ ദേവീ ക്ഷേത്രത്തിലേക്കാണ്. ഇനിയിപ്പോൾ ഉത്സവവും കാര്യങ്ങളൊക്കെ വരില്ല. അപ്പം നമുക്ക് ആ തിരക്കിനിടയിലൊന്ന് തൊഴാനൊന്നും സമാധാനത്തിൽ തൊഴാൻ കൂടി പറ്റത്തില്ല. അങ്ങനെ ആറ്റുകാലെല്ലാം പോയി ഒന്ന് തൊഴുതതിന് ശേഷം കുഞ്ഞുണ്ടായിരുന്നു, ഇളയ മോളുണ്ടായിരുന്നു, മോളുമായിട്ടാണ് പോയത്. അങ്ങനെ തൊഴുതെല്ലാം ഇറങ്ങി. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പോയത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള തന്നെ ഇരുങ്കുളങ്ങര ദേവീ ക്ഷേത്രത്തിലേക്കാണ് പോയത്. ഇരുങ്കുളങ്ങര ചേട്ടൻ കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നു അവിടെ ഒന്ന് പോകണം, തൊഴണം. ആദ്യമായിട്ടാണ് പോകുന്നത്. ഞാൻ ഇതിനു മുമ്പ് പോയിട്ടുണ്ട്, ചേട്ടൻ ഇത് ആദ്യമായിട്ടാണ് പോകുന്നത്. അങ്ങനെ അവിടേക്കെല്ലാം ഒന്ന് തൊഴുതിട്ട് ഞങ്ങൾ വരാഹമൂർത്തി ക്ഷേത്രത്തിലേക്കാണ് പോയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ കഴക്കൂട്ടം ശ്രീ കുളത്തിൻകര കൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കാണ് പോയത്. അത് ഞങ്ങൾ അവിടെ ആയിരുന്ന സമയത്ത് ഞങ്ങൾ സ്ഥിരം പോകുന്നൊരു അമ്പലമായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ വിതിരയിലേക്ക് ആയതിനു ശേഷമാണ് ഇപ്പോൾ അങ്ങനെ ലോങ് ആയതുകൊണ്ട് നമുക്കവിടെ സ്ഥിരമായിട്ട് നമുക്ക് അങ്ങനെ പോകാൻ പറ്റാത്തത്. അങ്ങനെ ഞങ്ങൾ അവിടെയും തൊഴുതു. പോകുന്ന കൂട്ടത്തിലാകുമ്പോൾ നമുക്കത് നടക്കുമല്ലോ. അങ്ങനെ അതും തൊഴുതു മീനൂട്ടും കാര്യങ്ങളും എല്ലാം നടത്തി. മോൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു മീനുകളെ കണ്ടപ്പോൾ. അവൾ കുഞ്ഞിലേ കണ്ടതാണ്. പിന്നെ അതിനുശേഷം ഇപ്പോഴാണ് അവൾ അറിവായി ഇപ്പോഴാണ് കാണാൻ തുടങ്ങിയത്. അങ്ങനെ കണ്ടത്. അങ്ങനെ മീനൂട്ടും കാര്യങ്ങളെല്ലാം നടത്തി. പിന്നെ ഞങ്ങൾ നേരെ പോയത് പാങ്ങപ്പാറ മൂഴിക്കൽ കാവിലേക്കാണ്. അവിടെയാണ് ചേട്ടൻ ആയില്യം നടത്തുന്നത്. അവിടെ പോയി ആയില്യം കാര്യങ്ങളെല്ലാം ചെയ്ത് തിരികെ വീട്ടിലേക്കാണ് മടങ്ങിയത്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.